ഇനി നമുക്ക് മീനിൻ്റെ ഒരു മസാല ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1.5 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ സാധാരണ നല്ല ജീരകം ഇട്ട് കൊടുക്കാം, ഒരു ബേഡഗി ചില്ലി ഞാൻ എടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു കളർ കിട്ടും. വറ്റൽമുളക് ആണെങ്കിൽ അത് ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 അല്ലി ചുവന്നുള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ സൈസ് പച്ചമുളകും, 1/2 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം, ഒരു 4 തണ്ട് മല്ലിയിലയും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ഏതാണെന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചിട്ട് 3 അയലയാണ് കേട്ടോ നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മസാല ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല മാത്രം ചേർത്തിട്ട് ബാക്കിയുള്ളത് ആ ജാറിൽ തന്നെ മാറ്റി വയ്ക്കാം. മീനിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. ബാക്കിയുള്ള മസാലയൊക്കെ വടിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അത് ആവശ്യമുണ്ട് ഈ ഒരു മസാല. ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച്. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വാടി ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങുന്ന ആ സമയത്ത് ഒരു വലിയ സൈസ് തക്കാളി നീളത്തിൽ തന്നെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഈ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു എക്സ്ട്രാ ഉള്ള മസാല മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, വടിച്ചിട്ട് കൊടുക്കുക. പിന്നെ മിക്സ് ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ചിറ്റിച്ച് നന്നായി കലക്കിയിട്ട് ആ മസാലയൊക്കെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ട് മല്ലിയില പൊടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പച്ചക്കുത്ത ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നല്ല മണമാകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ഒരു മസാല നല്ല രുചിയാണ് കേട്ടോ നമ്മുടെ മീനിലേക്ക് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഓയിൽ അതിലേക്ക് ഒഴിച്ചിട്ട് മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നന്നായി മസാല പറ്റിയിട്ട് ആ സൈഡ് അടിയിലേക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ള മസാല അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ആ അടിഭാഗത്ത് മസാല ഉണ്ടാവാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ ചെയ്യാറ്. പിന്നെ അത് 2 പലിഞ്ഞീൻ്റെ പീസ് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി ഇട്ട കാരണം നന്നായിട്ട് ആ മസാലയിൽ അതിൽ തന്നെ സ്റ്റിക്കായിട്ട് ഇരുന്നോളും, എണ്ണയിലേക്ക് അങ്ങനെ അധികം ഒലിച്ചു പോവില്ല. അപ്പോൾ ആ മീനൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട്. മീൻ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാല മീനിൻ്റെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം, മുകളിലേക്കൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മീൻ കഴിക്കുമ്പോൾ ഈ ഒരു മസാലയും കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു മസാല തന്നെയും മീനില്ലെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.